അഡ്വക്കേറ്റ് വി കെ സജീവൻ, ഹസ്കറിന് ഇതിന് മറുപടി പറയാം, സമയം തരാം. അഡ്വക്കേറ്റ് വി കെ സജീവൻ, അതായത് ഈ എനിക്ക് പിന്നിൽ അല്ലെങ്കിൽ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവരെ അറിയാം, അങ്ങനെ കോഴ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുടുങ്ങുന്നത് വേറെ കുറേ പേർ കൂടിയാണ് എന്ന സൂചന പ്രമോദ് കോട്ടൂളി നൽകുന്നുണ്ട്. ഈ പിന്നിൽ ആരെങ്കിലുമില്ലാതെ, പ്രമുഖരാരെങ്കിലുമില്ലാതെ എങ്ങനെയാണ് പ്രമോദ് കോട്ടൂളിക്ക് ഇത്രയേറെ ആത്മവിശ്വാസം ഉണ്ടാവുക? ഞാനതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഹസ്കർ സൂചിപ്പിച്ചതൊക്കെ പഴയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ്. ഇന്നിപ്പോൾ അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ അദ്ദേഹം സൈലൻ്റായിരിക്കും, അല്ലെങ്കിൽ മിണ്ടാതെ ഇരുന്നോളണം, അതൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. നേരത്തെ ഇവിടെ ശ്രീ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ പരസ്പരം വിളിച്ചു പറയാൻ അനേകം രഹസ്യങ്ങൾ ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവുന്ന സമയത്താണല്ലോ ഈ അപകടം മണത്ത് അത് കോംപ്രമൈസ് ആക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സഖാക്കന്മാർക്ക് പണത്തോടുള്ള ആർത്തി കൂടിക്കൂടി വരികയാണ് എന്ന്? അത് എല്ലാവരുടെയും നേർക്ക് വിരൽ ചൂണ്ടുന്നില്ലേ അത്? ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട് ജില്ലയിൽ തന്നെ നേരത്തെ ശ്രീ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ പുറത്താക്കേണ്ട ആളുണ്ടല്ലോ. അദ്ദേഹത്തെ സസ്പെൻഷനായി നിർത്തിയിട്ട് ഇപ്പോൾ തിരിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ജോർജ് തോമസ്, ഈ നേരത്തെ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ പറയേണ്ട ഒരു പേരാണത്. മലയോര മേഖലയിലെ കോറി മാഫിയയുമായിട്ട് ബന്ധമുള്ള ഒരു ബലാത്സംഗ കേസ് വരെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തത്. പക്ഷേ ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആൾ ഇപ്പോൾ പവർഫുള്ളാണ്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് CPM ഉള്ളത്. അതേപോലെ തന്നെ പ്രമോദ് കോട്ടൂളിയുടെ വിഷയം ഒതുക്കാൻ വേണ്ടി നോക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പ്രബലരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള മാഫിയ ഗ്യാങ്, ആ മാഫിയ ഗ്യാങ്ങുമായിട്ടൊക്കെ ഒരുപക്ഷെ നേരിട്ട് ബന്ധപ്പെടുന്നത് ഈ പ്രമോദ് കോട്ടൂളിയെ പോലുള്ള പവർ ബ്രോക്കർമാരാണ്, ഏജന്റുമാരാണ് നേരിട്ട് ബന്ധപ്പെടുന്നത്. ഈ ഏജന്റുമാർ കൂട്ടി അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് നടക്കുമ്പോഴാണല്ലോ അതൊരു മാഫിയ ഗ്യാങ്ങിനെ പോലെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രബലരായിട്ടുള്ള നേതാക്കന്മാരുടെ ശിങ്കിടികളായിട്ട് നടക്കുന്ന ഇവരെ കാലാകാലമായിട്ട് മാറ്റി നിർത്താനോ പുറത്താക്കാനോ ഇവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പത്രക്കാരെ കണ്ടപ്പോൾ അല്ലെങ്കിൽ പരാതിക്കാരൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഈ പാർട്ടി ഭയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതാണ്. മറ്റൊന്ന് അസ്കർ സൂചിപ്പിച്ചത് നുഴഞ്ഞുകയറ്റക്കാരെന്നാണ് സൂചിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ കൂട്ടത്തിൽ ശരിക്കും മുഹമ്മദ് റിയാസും ഇല്ലേ? കോഴിക്കോട്ടെ പാർട്ടിയുടെ ചരിത്രം നേരത്തെ ശ്രീ ഷാജഹാൻ സൂചിപ്പിച്ചില്ലേ? CPM-ന് എത്ര പാരമ്പര്യമുള്ള ജില്ലയാണ്? ഇടക്കാലത്തല്ലേ മുഹമ്മദ് റിയാസ്, അതുവരെ 4 പതിറ്റാണ്ടും 5 പതിറ്റാണ്ടും ഒക്കെ സമരത്തിലുണ്ടായിരുന്ന സഖാക്കന്മാരെയൊക്കെ തട്ടിമാറ്റി മുഹമ്മദ് റിയാസിനെ പോലുള്ള ആളുകൾ മുൻപന്തിയിൽ വന്നത്? അവരുടെ ശിങ്കിടികളായിട്ടല്ലേ ഈ പ്രമോദ് കോട്ടൂളിയെ പോലുള്ള ആളുകൾ വന്നത്? അപ്പോൾ ആ യഥാർത്ഥത്തിൽ ശരിയായിരിക്കാം കൂടെ പറഞ്ഞത്, നുഴഞ്ഞു കയറ്റക്കാർ തമ്മിലുള്ള മത്സരം ചിലപ്പോൾ ഒരുപക്ഷെ നടക്കുന്നുണ്ടാവാം എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കോട്ടെ CPM-നകത്ത് ഇപ്പോൾ ചീഞ്ഞു നാറുകയാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ, അഴിമതി കഥകൾ, ക്വാറി മാഫിയയുമായിട്ടുള്ള ബന്ധം, അബ്കാരി മുതലാളിമാരുമായിട്ടുള്ള ബന്ധം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം കോഴിക്കോട്ടെ ഒരു പ്രമുഖ ഹോട്ടലിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള അബ്കാരി കോൺട്രാക്ടർമാർ ഒരുമിച്ച് ചേർന്ന് കോടിക്കണക്കിന് ഉറുപ്പിക റെസീറ്റ് പോലും ഇല്ലാതെ പാർട്ടി നേതാക്കന്മാർക്ക് കൈമാറി എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അബ്കാരി മന്ത്രി വരാൻ വേണ്ടി പോകുന്നത്? കോഴിക്കോട് നിന്നാണ് എന്ന് ആ അഭ്യൂഹത്തിൻ്റെ പേരിലാണ് പോലും അങ്ങനെ കൂടിയിരിക്കുന്നത്. അത്ര ശക്തരായിട്ടുള്ള മാഫിയ ബന്ധമുള്ള ഇത്തരം ഇടപാടുകൾ നടത്തുന്ന CPM-ന്റെ നേതാക്കന്മാരാണ് കോഴിക്കോടുള്ളത്. അതുകൊണ്ട് അസ്കർ പറഞ്ഞത് ഇവിടുത്തെ കോഴിക്കോട്ടുള്ള ജനം അത് ചിരിച്ചു തള്ളുകയേ ഉള്ളൂ.